സി ഫോർ ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പച്ചമാങ്ങ കൊണ്ട് ടേസ്റ്റിയായ കടുകുമാങ്ങ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കടുകുമാങ്ങ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കടുകുമാങ്ങ ഉണ്ടാക്കാൻ കിളിമൂക്ക് മാങ്ങയാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിൽ കിളിമൂക്ക് മാങ്ങ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. കഴുകിയെടുത്തതിന് ശേഷം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇങ്ങനെ കനം കുറച്ച് മുറിച്ചെടുക്കുമ്പോഴാണ് കടുക് മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഞാനിവിടെ എല്ലാ മാങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കടുക് മാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് കുറച്ച് അധികം ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് ഉലുവയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ മാങ്ങ വെള്ളം ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് അത്യാവശ്യം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം, കാരണം അതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് മാങ്ങയിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും. ഉലുവയും ജീരകമൊക്കെ ഞാനിവിടെ ഒന്ന് ചെറുതായി വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഉലുവയുടെയും ജീരകത്തിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് ഒഴിവാക്കാം. അല്ലാതെയും നമ്മുടെ കടുക് മാങ്ങ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം മാങ്ങയിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെ ഉപ്പിൻ്റെയൊക്കെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തേണ്ടതാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് വല്ലാതെ വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കടുക് മാങ്ങ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളിതിലേക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് 2-3 ദിവസത്തേക്കൊക്കെ കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയൊരു റെസിപ്പിയാണിത്. ഇത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ അത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്